ഹലോ ഗൈസ്, വെൽക്കം ടു റിയൽ ടോക്ക് വിത്ത് സുമിത്. അപ്പോൾ എപ്പോഴും പറയുന്ന പോലെ ആദ്യമായിട്ട് വീഡിയോ കാണുന്നവരാണെങ്കിൽ അല്ലെങ്കിൽ ആദ്യമായിട്ട് ചാനലിലേക്ക് വരുന്നവരാണെങ്കിൽ തീർച്ചയായിട്ടും ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചു. നിങ്ങൾക്ക് ഈ ഒരു ചാനലിൽ നിന്ന് ഒരുപാട് ക്രിപ്റ്റോ പരമായിട്ടുള്ള ഒരുപാട് അപ്ഡേറ്റുകൾ കിട്ടുന്നതാണ്. അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോയിൽ ഞാൻ സംസാരിക്കാൻ വന്നിട്ടുള്ളത് ഒരുപാട് ആൾക്കാർ ചർച്ച ചെയ്യുന്ന ഒരു വിഷയമാണ് ആൾക്കോയിൻ വരാൻ പോവാണ് എന്നുള്ളൊരു കാര്യം. അതിലും ഒരുപാട് എക്സ്പേർട്സ് പറയുന്നു ഈ ഒരു സെപ്റ്റംബർ മാസം നിങ്ങൾക്ക് ആൾക്കോയിൻ സീസൺ ആണ് എന്നുള്ളൊരു കാര്യം. ഈ ഒരു ആൾക്കോയിൻ എന്ന് പറഞ്ഞിട്ടുള്ള സീസൺ ഒരുപാട് കാലങ്ങളായി വെയിറ്റ് ചെയ്തിരിക്കുന്ന ഒരുപാട് ആൾക്കാരുണ്ട്. അതേപോലെ തന്നെ ചില ആൾക്കാർ പറയുന്നുണ്ട് ഇനി ഒരിക്കലും ആൾക്കോയിൻ സീസണൊന്നും വരില്ല. എന്താ കാരണം എന്ന് പറഞ്ഞാൽ ഒരുപാട് ആൾക്കോയിൻ ആണ് നമ്മുടെ മാർക്കറ്റിൽ ഉള്ളത് എന്നുള്ളൊരു കാര്യം ഒരുപാട് ആൾക്കാർ പറയുന്നുണ്ട്. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ ഞാൻ ഈ ഒരു ആൾക്കോയിൻ സീസണെ പറ്റിയിട്ടൊന്നും പറയുന്നില്ല, അല്ലെങ്കിൽ അത് വരുമോ വരാതിരിക്കുമോ അങ്ങനെയുള്ള കാര്യങ്ങളുണ്ട്. എന്താണെന്ന് പറഞ്ഞാൽ ബിറ്റ്കോയിൻ വളരെയധികം ഒരു വാല്യൂ കയറിയിട്ട് വീണ്ടും ഒരു സ്റ്റേബിൾ ആയിട്ട് പ്രൈസിൽ വരുമ്പോഴാണ് ആൾക്കോയിൻ സീസൺ വരിക എന്ന് ഒരുപാട് ആൾക്കാർ പ്രതീക്ഷിക്കുക, അല്ലെങ്കിൽ ആൾറെഡി അങ്ങനെയാണ് വന്നിട്ടുള്ളത്. അതുകൊണ്ട് തന്നെയാണ് ഈ ഒരു ബിറ്റ്കോയിൻ വീണ്ടും ഒരു സ്റ്റേബിൾ, ഒരു കോൺസ്റ്റന്റ് ആയിട്ടുള്ള ഒരു പ്രൈസിൽ വരുന്നത് കൊണ്ടാണ് കുറേ ആൾക്കാർ എന്ത് പറയുന്നത് ഇത് ആൾക്കോയിൻ സീസൺ ആണ് എന്നുള്ളൊരു കാര്യം. അപ്പോൾ അതേപോലെ തന്നെ ഒരുപാട് ആൾക്കാരുടെ വേറൊരു അഭിപ്രായമാണ് ബിറ്റ്കോയിൻ ഇതൊരു ആൾ ടൈം ഹൈ അല്ല, ഇതിനേക്കാളും ഹൈയിലേക്ക് പോയിട്ടാണ് വീണ്ടും ബിറ്റ്കോയിൻ ഒരു വാല്യൂയിലേക്ക് നിൽക്കുകയുള്ളൂ, അല്ലെങ്കിൽ ഒരു സ്റ്റേബിൾ ആയിട്ട് നിൽക്കുകയുള്ളൂ, അപ്പോൾ മാത്രമേ ഇനി ആൾക്കോയിൻ പ്രതീക്ഷിച്ചാൽ മതി എന്ന് പറയുന്നുണ്ട്. അപ്പോൾ എന്തായാലും ആൾക്കോയിൻ്റെ കാര്യങ്ങൾ ഇത്രത്തോളം നിങ്ങൾ അറിഞ്ഞാൽ മതി. ഞാൻ പറഞ്ഞതെന്ന് നിങ്ങൾക്ക് എന്തായാലും അതിൻ്റെ ഒരു കാര്യം കിട്ടിയിട്ടുണ്ടാകുമെന്ന് എനിക്ക് വിശ്വാസമുണ്ട്. അപ്പോൾ നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ സംസാരിക്കാൻ പോകുന്നത് എത്തീറിയത്തിൽ വരുന്ന 5 ടോപ്പ് ആൾക്കോയിനെ പറ്റിയിട്ടാണ്. ഈ ഒരു 5 ടോപ്പ് ആൾക്കോയിൻ ഞാൻ എൻ്റെ രീതിയിൽ റിസർച്ച് ചെയ്തിട്ടും അതേപോലെ തന്നെ ഫ്യൂച്ചർ അവരുടെ ആക്ടിവിറ്റീസ് എന്ന് പറഞ്ഞിട്ടുള്ള കാര്യം, അതേപോലെ തന്നെ കോയിൻ ബ്യൂറോ അങ്ങനെയുള്ള ഒരുപാട് പോപ്പുലർ ആയിട്ടുള്ള ചാനലുകൾ ഈ ഒരു കോയിനെ പറ്റി പറഞ്ഞിട്ടുള്ളത് കൊണ്ടാണ് ഞാൻ ഈ ഒരു വീഡിയോയിൽ ഈ 5 ടോപ്പ് പ്രൊജക്റ്റ് പറയുന്നത്. ഈ ഒരു 5 പ്രൊജക്റ്റിൽ നിന്ന് ഏത് ടോക്കണാണ് നിങ്ങൾക്ക് തിരഞ്ഞെടുക്കാൻ പറ്റുന്നത് നിങ്ങൾ തന്നെയാണ് തീരുമാനിക്കേണ്ടത്. അതിൻ്റെ ഡീറ്റെയിൽസ് ഞാൻ പറഞ്ഞു തരുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ കമൻറ്റ് സെക്ഷനിൽ വന്നിട്ട് ഏറ്റവും കൂടുതൽ ആൾക്കാർ ഈ ഒരു ടോപ്പ് 5 ഏതാണോ തിരഞ്ഞെടുക്കുന്നത്, അതിലുപരി വേറെ കുറേ നല്ല പ്രൊജക്റ്റുകൾ എന്നെക്കാളും നിങ്ങൾക്ക് അറിവുള്ള ആൾക്കാരുണ്ടാവും. അപ്പോൾ അങ്ങനെയുള്ള ഒരു പ്രൊജക്റ്റുകളുടെ ഏത് ആൾക്കോയിനാണ് വളരെയധികം പൊട്ടൻഷ്യൽ ആയിട്ടുള്ള ഫ്യൂച്ചറിൽ വരാൻ പോകുന്നത്, ഇല്ലെങ്കിൽ ഒരു ആൾക്കോയിൻ സീസൺ വന്നു എന്ന് പറഞ്ഞാൽ വളരെയധികം പമ്പാവുന്നത് എന്നുള്ളൊരു കാര്യം കൂടി നിങ്ങൾ കമൻറ്റ് സെക്ഷനിൽ മെൻഷൻ ചെയ്യാം. അപ്പോൾ ഫസ്റ്റ് തന്നെ ഏത് പ്രൊജക്റ്റാണ് അല്ലെങ്കിൽ ഏത് ടോക്കണാണ് എന്നുള്ള കാര്യത്തിനും ഡീറ്റെയിലേക്ക് നമുക്ക് പോവാം. ഫസ്റ്റ് പ്രൊജക്റ്റ് എത്തീറിയത്തിൽ വരുന്ന ഏറ്റവും ടോപ്പ് 1 എന്നില്ലെങ്കിൽ ഈ ഒരു 5 പ്രൊജക്റ്റ് എന്ന് ഏറ്റവും ആദ്യം വരുന്ന പ്രൊജക്റ്റ് ഏതാണെന്ന് പറഞ്ഞാൽ ചെയിൻ ലിങ്ക് എന്ന് പറഞ്ഞിട്ടുള്ള പ്രൊജക്റ്റാണ്. എന്തുകൊണ്ടാണ് ചെയിൻ ലിങ്ക് ഞാനിവിടെ പറയുന്നതെന്ന് പറഞ്ഞാൽ എത്തീറിയം ആയിട്ട് വേൾഡ് ഡാറ്റ ആയിട്ട് കണക്ട് ചെയ്യാൻ പറ്റുന്ന ഒരു പ്രൊജക്റ്റാണ് ചെയിൻ ലിങ്ക്. നമുക്കിപ്പോൾ അത് എങ്ങനെയാണ് എക്സാമ്പിൾ പറയാമെന്നുണ്ടെങ്കിൽ ലൈക്ക് പ്രൈസസ് ആയിക്കോട്ടെ, മാർക്കറ്റ് ആയിക്കോട്ടെ, ഈവൻ ബാങ്ക് സിസ്റ്റം വരെ നമുക്ക് എന്താണ് ഇതിൽ വളരെയധികം ലിങ്ക്ഡ് ആയിട്ടുണ്ട് എന്നുള്ളൊരു കാര്യമാണ്. അപ്പോൾ ചെയിൻ ലിങ്ക് എന്ന് പറഞ്ഞിട്ടുള്ള പ്രൊജക്റ്റിൽ ഒരുപാട് ആൾക്കാർ എന്ത് ചെയ്തിട്ടുണ്ടാവും, ഇപ്പോൾ തന്നെ ആൾറെഡി ഇൻവെസ്റ്റ്മെൻറ്റും അങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്തിട്ടുണ്ടാവും. അതേപോലെ തന്നെ ഇതിൽ ട്രില്യൺസ് ഓഫ് ഡോളർ ട്രാൻസാക്ഷനാണ് വിത്തിൻ കുറച്ച് ദിവസം കൊണ്ട് തന്നെ നടക്കുന്നത്. അതും നമുക്ക് സ്വിഫ്റ്റ്, ഐസ് അങ്ങനെയുള്ള ഒരുപാട് കമ്പനികൾ ഇത് നമുക്ക് ഇവിടെ നോക്കിയാൽ കാണാൻ പറ്റും. മെനി ഓഫ് ദ വേൾഡ് ലാർജസ്റ്റ് ഫിനാൻഷ്യൽ സർവീസ് ഇൻസ്റ്റിറ്റ്യൂഷൻ ആൻഡ് ഡെഫി പ്രോട്ടോകോൾ ഹാവ് ആൾസോ അഡോപ്റ്റഡ് ചെയിൻ ലിങ്ക് സ്റ്റാൻഡേർഡ് ആൻഡ് ഇൻഫ്രാസ്ട്രക്ചർ ഇൻക്ലൂഡിംഗ് സ്വിഫ്റ്റ്, യൂറോ ക്ലിയർ, മാസ്റ്റർ കാർഡ്, ഫൈഡലിറ്റി ഇന്റർനാഷണൽ, UBS, ANS, AFGMX, ലിഡോ ആൻഡ് മെനി അതേഴ്സ് എന്ന് അവർ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇത് തന്നെയാണ് ചെയിൻ ലിങ്ക് എന്ന് പറഞ്ഞിട്ടുള്ള പ്രൊജക്റ്റിനെ ഒരു വ്യത്യസ്തത അല്ലെങ്കിൽ ഭയങ്കര യൂണിക്കായിട്ട് മാറ്റുന്നത്. അതുകൊണ്ട് ഈ ഒരു ചെയിൻ ലിങ്ക് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു പ്രൊജക്റ്റ് അല്ലെങ്കിൽ ഇതിൻ്റെ ഒരു ടോക്കൺ വളരെയധികം വാല്യൂ കൂടാൻ ചാൻസ് ഉണ്ടെന്ന് അവർ തന്നെ പറയുന്നുണ്ട്. ഇപ്പോൾ ഈവൻ $24 ആണെങ്കിൽ ഇത് വീണ്ടും $50 വരെ പമ്പാവും എന്നുള്ളൊരു കുറേ ആൾക്കാർ ഇതിൻ്റെ ഒരു എക്സ്പെർട്ട് ആൻഡ് സജഷൻസ് ഒക്കെ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇത് ലോഡ് ആവുന്നില്ലെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും ക്ഷമിക്കുക. അതിൻ്റെ ചാർട്ടൊക്കെ കണ്ടു എന്ന് പറഞ്ഞാൽ ആൾ ടൈം ചാർട്ടിൽ വീണ്ടും ഒരു $50 എത്താം, ഇല്ലെങ്കിൽ ഇതിൻ്റെ ആൾ ടൈം ഹൈ എത്താൻ പറ്റുന്ന ഒരുപാട് പൊട്ടൻഷ്യൽ ഉണ്ട് എന്നുള്ളൊരു കാര്യം ഒരുപാട് ആൾക്കാർ പറയുന്നുണ്ട്. കറൻറ്റ്ലി ഇപ്പോൾ ഇത് $24 ഇപ്പോൾ മാർക്കറ്റിൽ കിടന്ന് കളിക്കുന്നത്. ഇതിൻ്റെ ആൾ ടൈം ഹൈ കണ്ടെന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് കാണാൻ പറ്റും 15,573 ആൾ ടൈം ഹൈ ഇതിൽ പോയിട്ടുള്ളത്. അതേപോലെ തന്നെ ട്രേഡിംഗ് വോളിയൊക്കെ ഇപ്പോൾ വളരെയധികം കൂടിക്കൊണ്ടിരിക്കുന്നുണ്ട്. വീണ്ടും ഇതൊരു ബാക്കിലേക്ക് വരാനുള്ള സാധ്യത ആൾക്കോയിൻ വന്നാൽ നമുക്ക് പറ്റും എന്ന് ഒരുപാട് ആൾക്കാർ പറയുന്നുണ്ട്. അതേപോലെ തന്നെ അടുത്തൊരു പ്രൊജക്റ്റ് ഏതാണെന്ന് പറഞ്ഞാൽ ഏവ് എന്ന് പറഞ്ഞിട്ടുള്ള പ്രൊജക്റ്റാണ്. ഒരുപാട് ആൾക്കാർക്ക് ഈ ഒരു പ്രൊജക്റ്റിനെ പറ്റി അറിയും, ഇല്ലെങ്കിൽ നിങ്ങൾ എസ്പെഷ്യലി ട്രേഡ് ചെയ്യുന്ന ഒരാളാണെങ്കിൽ ഏവ് എന്ന് പറഞ്ഞിട്ടുള്ള ടോക്കൺ നിങ്ങൾ ഒരുപാട് യൂസ് ചെയ്തിട്ടുണ്ടാവും. അപ്പോൾ ഏവ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ടോക്കൺ എന്താണെന്ന് പറഞ്ഞാൽ ഇതൊരു ബിഗ്ഗസ്റ്റ് ക്രിപ്റ്റോ ലെൻഡിങ് പ്ലാറ്റ്ഫോമാണ്. ലെൻഡിങ് പ്ലാറ്റ്ഫോം എന്ന് പറഞ്ഞാൽ നമുക്ക് ഇവിടെ നിന്ന് എന്ത് ചെയ്യാൻ പറ്റും, ബോറോ ചെയ്യാൻ പറ്റും, കടം വാങ്ങാൻ പറ്റും. അപ്പോൾ ഫ്യൂച്ചറിൽ ഒരുപാട് ആൾക്കാർ ഫേസ് ചെയ്യുന്ന ഒരു പ്രോബ്ലമാണ് മണി ഇല്ല അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ. അപ്പോൾ ഇതിൽ സ്റ്റേക്ക് ചെയ്യാനും സ്വാപ്പ് ചെയ്യാനും നമുക്ക് ഇവിടെ നിന്ന് മണി ബോറോ ചെയ്യാനും പറ്റും എന്നുള്ളൊരു കാര്യം ഈ പ്രൊജക്റ്റിൽ കൊണ്ടുവന്നിട്ടുണ്ട്. അതേപോലെ
തന്നെ റീസെൻ്റ്ലി ഒരുപാട് അപ്ഗ്രേഡേഷൻ അല്ലെങ്കിൽ ഇവർ വളരെയധികം വളർച്ചാ മാറ്റങ്ങളൊക്കെ കൊണ്ടുവന്നിട്ടുള്ള ഒരു പ്രൊജക്റ്റാണ് ഈ ഒരു ഏവ് എന്ന് പറയുന്നത്. അതേപോലെ തന്നെ വേറൊരു പ്രത്യേകത എന്താണെന്ന് പറഞ്ഞാൽ ഇവർക്ക് സ്വന്തമായിട്ട് തന്നെ ഒരു സ്റ്റേബിൾ കോയിൻ ഉണ്ട്, GHO എന്ന് പറഞ്ഞിട്ടുള്ള ഒരു സ്റ്റേബിൾ കോയിൻ. അതോടൊപ്പം ഈ ഒരു പ്രൊജക്റ്റ് വളരെ റീസെൻ്റ്ലി ഒരുപാട് ആൾക്കാർ ഈ ഒരു ടോക്കൺ ബൈയിങ് എന്ന് പറഞ്ഞിട്ടുള്ളൊരു ചാർട്ടും അങ്ങനെയുള്ളൊരു കണക്കൊക്കെ നമുക്ക് കാണാൻ പറ്റും. അതുകൊണ്ട് തന്നെ ഇതിൻ്റെ പ്രൈസൊക്കെ ഇതിനേക്കാളും ഡബിൾ ആവും. ഇപ്പോൾ കറൻറ്റ്ലി ഒരു പ്രൈസ് $327 ആണെങ്കിൽ ഇതിൻ്റെ അതേപോലെ തന്നെ $670 വരെ ഈ ഒരു ടോക്കൺ പോകാൻ പറ്റുന്ന ഒരുപാട് എക്സ്പേർട്സ് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഞാൻ 2 പ്രൊജക്റ്റ് പറഞ്ഞിട്ടുണ്ട്. ഏത് പ്രൊജക്റ്റിൽ ഏതാണ് എടുക്കേണ്ടത് എന്നുള്ളൊരു കാര്യം നിങ്ങളുടെ തീരുമാനം തന്നെയാണ് എന്നുള്ളൊരു കാര്യം നിങ്ങൾ മനസ്സിലാക്കുക. അപ്പോൾ ഏവെന്ന് പറഞ്ഞിട്ടുള്ള പ്രൊജക്റ്റ് 4.97 ബില്യണാണ് മാർക്കറ്റ് ക്യാപ്പ്. അതേപോലെ തന്നെ ഇപ്പോൾ ഒരു ആൾ ടൈം ഹൈ എന്ന് പറയുന്നത് ഇത് 500ഒക്കെയാണ്. അപ്പോൾ ഇതിനേക്കാളും ഡബിൾ ആവുമെന്നാണ് ഒരുപാട് ആൾക്കാർ ഇതിൽ എക്സ്പെക്റ്റ് ചെയ്യുന്നത്. അപ്പോൾ ഈ ഒരു പ്രൊജക്റ്റിലും നിങ്ങൾ കോൺസെൻട്രേറ്റ് ചെയ്യുക, ഇല്ലെങ്കിൽ ഈ ഒരു പ്രൊജക്റ്റിലും നിങ്ങൾ കൂടുതൽ പഠിക്കാൻ ശ്രമിക്കുക. ഇനി ഞാനിവിടെ അടുത്ത് പറയാൻ പോകുന്നത് എത്തേന എന്ന് പറഞ്ഞിട്ടുള്ള പ്രൊജക്റ്റാണ്. അപ്പോൾ ഈ ഒരു പ്രൊജക്റ്റ് ഒരുപാട് ആൾക്കാർക്ക് അറിയും. എന്തുകൊണ്ടാണ് എത്തേന ഒരുപാട് യുണീക്ക് ആവുന്നതെന്ന് പറഞ്ഞാൽ ഇവർക്കൊരു സ്റ്റേബിൾ കോയിൻ ഉണ്ട്, USDE എന്ന് പറഞ്ഞിട്ടുള്ളൊരു സ്റ്റേബിൾ കോയിൻ. അപ്പോൾ ഈ ഒരു സ്റ്റേബിൾ കോയിൻ തന്നെ ലാർജസ്റ്റ് ആയിട്ടുള്ള, അപ്പോൾ നമ്മുടെ ഏറ്റവും മേലെ നിൽക്കുന്ന USDT ആയിട്ടോടെ അങ്ങനെയുള്ള രീതിയിൽ എടുക്കുമ്പോൾ ഒരു 3rd റാങ്ക് ഒക്കെ എടുക്കാൻ പറ്റുന്ന ഒരു കോയിനാണ്, ഇല്ലെങ്കിൽ ഒരു ടോക്കണാണ് ഇവർ സ്റ്റേബിൾ കോയിനായിട്ട് ഇറക്കിയിരിക്കുന്നത്, USDE എന്നുള്ളൊരു കാര്യം. അപ്പോൾ നമുക്കിതിൽ ഒരുപാട് ബാങ്കിലൊക്കെ ഇത് എന്താണ് യൂസ് ചെയ്യാൻ പറ്റും. ഒരുപാട് ക്രിപ്റ്റോ വൈസ് ആയിട്ടുള്ള ബാങ്കുകൾക്ക് യൂസ് ചെയ്യാൻ വളരെ ഉപകാരമാണ് എത്തേന എന്ന് പറഞ്ഞിട്ടുള്ള പ്രൊജക്റ്റ്. അതേപോലെ തന്നെ ഇതിൻ്റെ പാർട്ട്ണർഷിപ്പും ഡിമാൻഡും വളരെയധികം കൂടിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നമുക്ക് എന്തായാലും ബിലീവ് ചെയ്യാൻ പറ്റുന്ന ഒരു പ്രൊജക്റ്റ് തന്നെയാണ് എത്തേന. ഇപ്പോൾ കറൻ്റ്ലി മാർക്കറ്റിൽ വളരെയധികം വാല്യൂ കുറവാണെങ്കിലും, അതായത് 0.6247 ആണെങ്കിലും ഇതിനൊരു എക്സ്പെക്റ്റേഷനൊക്കെ ഒരുപാട് എക്സ്പെർട്സ് പറയുന്നത് $4 വരെ എത്തും എന്നുള്ള സാധ്യതകളാണ്. അപ്പോൾ ഈ ഒരു പ്രൊജക്റ്റിന് ഒരുപാട് ആൾക്കാർ കോൺസെൻട്രേറ്റ് ചെയ്യുന്നുണ്ട്, ഇല്ലെങ്കിൽ ഒരുപാട് ബൈയിങ് അങ്ങനെയുള്ള കാര്യങ്ങൾ വരുന്നുണ്ട്. എത്തീരിയം എന്ന് പറയുന്നത് ഈ ഒരു ഡിസംബർ ആകുമ്പോൾ വളരെയധികം വാല്യൂ കൂടുമെന്ന് പറയുന്നു. അതേപോലെ തന്നെ ഈ ഒരു 5 പ്രൊജക്റ്റും വളരെയധികം വാല്യൂ കൂടാൻ പറ്റുന്ന ഒരുപാട് സാധ്യതകളുണ്ട് എന്നുള്ളൊരു കാര്യം പറയുന്നുണ്ട്. അതേപോലെ തന്നെ 4ാമത്തെ പ്രൊജക്റ്റ് ഏതാണെന്ന് പറഞ്ഞാൽ ആർബിട്രിയം എന്ന് പറഞ്ഞിട്ടുള്ള പ്രൊജക്റ്റാണ്. ഈ ഒരു ആർബിട്രിയം എന്ന് പറയുന്നതിൽ മെയിനായിട്ട് പറയാൻ കാരണം എന്ന് പറഞ്ഞാൽ ഒരുപാട് എക്കോ സിസ്റ്റം, ഇല്ലെങ്കിൽ ഒരു ഡിയാപ്സ് ആയിക്കോട്ടെ, ഒരുപാട് പ്രൊജക്റ്റുകൾ ഈ ഒരു ആർബിട്രിയം എന്ന് പറഞ്ഞിട്ടുള്ള ലെയർ 2 എത്തീരിയം ലെയർ 2ൽ വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെയാണ് ഇതിൽ ഒരുപാട് പ്രൊജക്റ്റ് വരുന്നതും അതേപോലെ തന്നെ ഇതിന് വാല്യൂ കൂടാൻ സാധ്യതയുണ്ട് എന്നുള്ളൊരു കാര്യം പറയുന്നത്. അതേപോലെ തന്നെ എത്തീരിയത്തിൽ ഏറ്റവും ഫാസ്റ്റർ ആൻഡ് ചീപ്പർ ആയിട്ടുള്ള ഒരു പ്രൊജക്റ്റാണ് ആർബിട്രിയം എന്ന് പറയുന്നത്. പുതിയ ഒരുപാട് ആപ്പുകൾ വരുന്നുണ്ട്. ഈ ഒരു ETHൽ വളരെയധികം വാല്യൂ കൂടുന്ന സമയത്ത് ഏറ്റവും കൂടുതൽ വാല്യൂ കൂടാൻ സാധ്യതയുള്ളത് ഈ ഒരു RPM എന്ന് പറഞ്ഞിട്ടുള്ള പ്രൊജക്റ്റാണ്. അപ്പോൾ ഇതിൻ്റെ കറൻറ്റ് വാല്യൂ എന്ന് പറഞ്ഞാൽ നമുക്ക് റീസെൻ്റ്ലി $0.5210 ആണ്. ഇത് $4 വരെയൊക്കെ എത്തും എന്നാണ് എക്സ്പേർട്സ് പറയുന്നത്. എന്നാലും ഞാൻ എക്സ്പെക്റ്റ് ചെയ്യുന്നു ഇത് വളരെയധികം $1 to $1.5 വരെ എത്താൻ സാധ്യതയുള്ള ഒരു പ്രൊജക്റ്റ് തന്നെയാണ് ഈ ഒരു RPM എന്ന് പറയുന്നത്. എന്താണെന്ന് പറഞ്ഞാൽ റീസെൻ്റ്ലി ഒരുപാട് പ്രൊജക്റ്റുകൾ കോൺസെൻട്രേറ്റ് ചെയ്യുന്നത് ഈ ഒരു പ്രൊജക്റ്റിലാണ്. അപ്പോൾ നിങ്ങൾ ആൾ ടൈം ഈ ഒരു നോക്കണ്ട, ഇവിടെ നിന്ന് ഇപ്പോൾ കയറിക്കൊണ്ടിരിക്കുന്നുണ്ട്, വീണ്ടും കയറുന്ന ഒരുപാട് ആൾക്കാർ പറയുന്നുണ്ട്. അപ്പം ഞാനൊക്കെ എക്സ്പെക്റ്റ് ചെയ്യുന്നത് ഈ ഒരു സ്റ്റേബിൾ അല്ലെങ്കിൽ ഒരു മിഡിൽ ലൈൻ 1.5 വരെയൊക്കെ ഞാൻ ഈ ഒരു ടോക്കൺ എക്സ്പെക്റ്റ് ചെയ്യുന്നുണ്ട്. അത് എൻ്റെ എക്സ്പെക്റ്റേഷനാണ് ഞാൻ പറയുന്നത് എന്നുള്ളൊരു കാര്യം കൂടി നിങ്ങൾ മനസ്സിലാക്കുക. അതേപോലെ തന്നെ ലാസ്റ്റ് പ്രൊജക്റ്റ് ഏതാണെന്ന് പറഞ്ഞാൽ ലിൻഡോ ഫിനാൻസ് അല്ലെങ്കിൽ LDO എന്ന് പറഞ്ഞിട്ടുള്ള ഒരു പ്രൊജക്റ്റാണ്. അപ്പോൾ ഈ ഒരു ലിൻഡോ ഫിനാൻസ് എന്തുകൊണ്ടാണ് ഏറ്റവും കൂടുതൽ ഇവിടെ യുണീക്കായി നിൽക്കുന്നത് പറഞ്ഞാൽ ഇതൊരു സ്റ്റേക്കിംഗ് പ്ലാറ്റ്ഫോമാണ്. അപ്പോൾ നമുക്ക് ആൾറെഡി തന്നെ സ്റ്റേക്ക് ചെയ്തെന്ന് പറഞ്ഞാൽ ETH സ്റ്റേക്ക് എന്ന് പറഞ്ഞാൽ നമുക്കത് യൂസ് ചെയ്യാൻ പറ്റില്ല. പക്ഷേ ഈ ഒരു ലിൻഡോ ഫിനാൻസ് എന്ന് പറഞ്ഞിട്ടുള്ള പ്രൊജക്റ്റിൽ നമുക്ക് ഇവിടെ നിന്ന് STETH ഒരു റിവാർഡായിട്ട് കിട്ടുന്നതാണ് എന്നുള്ളൊരു കാര്യം ഇവിടെ കിടക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ എത്രത്തോളം ഇവിടെ സ്റ്റേക്ക് ചെയ്യുന്നു ആ ഒരു റിവാർഡ് നമുക്കിവിടെ കിട്ടും എന്നുള്ളൊരു കാര്യം അവർ പറഞ്ഞിട്ടുണ്ട്. നമുക്കിവിടെ സ്റ്റേക്ക് ETH, റിസീവ് STETH ആൻഡ് ഗെറ്റ് റിവാർഡ് എന്ന് പറഞ്ഞിട്ടുണ്ട്. അതേപോലെ തന്നെ യൂസ് STETH ഇൻ ഡെഫി ആൻഡ് എക്സ്പ്ലോർ. അതേപോലെ തന്നെ ഇതിൻ്റെ എക്കോ സിസ്റ്റവും അവർ എന്ത് ചെയ്യാണ് ഇവിടെ ബിൽഡ് ചെയ്യുന്നുണ്ട്. അതേപോലെ തന്നെ ഇതിൻ്റെ ഒരു പ്രൈസും അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ എടുത്തു എന്ന് പറഞ്ഞാൽ വളരെയധികം ഇപ്പോൾ കുറവാണെങ്കിലും ഇതിൻ്റെ ഡബിൾ ആവാനും അതേപോലെ തന്നെ ട്രിപ്പിൾ ആവാനും സാധ്യതയുണ്ടെന്ന് ഒരുപാട് ആൾക്കാർ പറയുന്നുണ്ട്. 1.70 ഇല്ലെങ്കിൽ $1.27 ഇപ്പോൾ കറൻ്റ്ലി ഓടിക്കൊണ്ടിരിക്കുന്നെങ്കിൽ ഇതിന് ആൾറെഡി തന്നെ സ്റ്റേക്കിംഗ് പ്രോട്ടോക്കോളിൽ 40 ബില്യൺ ലോക്ക്ഡ് ആയി കിടക്കുന്നുണ്ട് എന്നുള്ളൊരു കാര്യം ഇപ്പോൾ വരയ്ക്കുന്നുണ്ട്. അപ്പോൾ അതിനനുസരിച്ചിട്ടുള്ള ഒരു വാല്യൂക്ക് ഏറ്റവും കുറയാനും വളരെയധികം സാധ്യതയുള്ള ഒരു പ്രൊജക്റ്റാണ് ഈ ലിൻഡോ എന്ന് പറഞ്ഞിട്ടുള്ള പ്രൊജക്റ്റും. അപ്പോൾ ഞാൻ മൊത്തം 4 പ്രൊജക്റ്റ് പറഞ്ഞിട്ടുണ്ട്. ഒന്ന് ചെയിൻ ലിങ്ക് ആണ്, അതേപോലെ തന്നെ രണ്ടാമത്തെ ഏവാണ്, അതേപോലെ തന്നെ മൂന്നാമത്തെ എത്തേന എന്ന് പറഞ്ഞിട്ടുള്ള പ്രൊജക്റ്റാണ്, അതേപോലെ തന്നെ 4ാമത്തെ എന്ന് പറഞ്ഞാൽ ആർബിട്രിയം
ആണ്. അതേപോലെ തന്നെ ലിഡോ ഫിനാൻസ് എന്ന് പറഞ്ഞിട്ടുള്ള പ്രൊജക്റ്റാണ് 5ാമത്തെ പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ നിങ്ങൾ പറയേണ്ട കാര്യം എന്താണെന്ന് പറഞ്ഞാൽ ഇതിൽ ഏത് പ്രൊജക്റ്റാണ് നല്ല പ്രൊജക്റ്റ് എന്ന് നിങ്ങൾക്ക് തോന്നിയത് എന്നുള്ളൊരു കാര്യം നിങ്ങൾ കമൻറ്റ് സെക്ഷനിൽ മെൻഷൻ ചെയ്യുക. അപ്പോൾ എല്ലാവർക്കും ഒരുപാട് യൂസ്ഫുൾ ആവും. അതിനുപരി ഇതിനേക്കാളും നല്ല ഒരുപാട് എത്തീരിയത്തിന് വളരെയധികം നല്ല വേറെ പ്രൊജക്റ്റുകൾ ഉണ്ട് എന്നുള്ളൊരു കാര്യമാണെങ്കിൽ അതും നിങ്ങൾക്ക് തീർച്ചയായിട്ടും പറയാം. എന്താണെന്ന് പറഞ്ഞാൽ ക്രിപ്റ്റോയിൽ നമ്മൾ 100% പറയുന്നില്ല. ഇപ്പം ഞാൻ പറയുന്ന കാര്യങ്ങൾ 100% ഒരിക്കലും ശരിയാവില്ല, ഇല്ലെങ്കിൽ നിങ്ങൾ പറയുന്ന കാര്യങ്ങൾ 100% ഒരിക്കലും ശരിയാവില്ല, ഇല്ലെങ്കിൽ എന്നെക്കാളും 100% ഇതിൽ വെച്ച് പഠിച്ച ആളായിക്കോട്ടെ, അല്ലെങ്കിൽ ഇത്രത്തോളം വർഷങ്ങൾ ഇതിൽ എക്സ്പീരിയൻസ് ഉള്ള ആളായിക്കോട്ടെ, അയാൾ പറയുന്നതും ഇടയ്ക്ക് തെറ്റാനുള്ള കാര്യങ്ങൾ നമ്മുടെ ക്രിപ്റ്റോയിൽ കിടക്കുന്നുണ്ട്. അപ്പോൾ എന്തായാലും മാർക്കറ്റ് റിസ്ക് ഒക്കെ നമ്മുടെ കയ്യിലുണ്ട്. അപ്പോൾ നോക്കിയും കണ്ടിട്ട് മാത്രം നിങ്ങൾ എന്ത് ചെയ്യുക, കാശൊക്കെ മുടക്കാനും ഇൻവെസ്റ്റ്മെൻറ്റ് ചെയ്യാനും അങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്യുക. അതേപോലെ തന്നെ ETHൻ്റെ ഒരുപാട് പൊട്ടൻഷ്യൽ ആയിട്ടുള്ള ഫ്യൂച്ചർ ബെനിഫിറ്റ്സ് നിങ്ങൾക്ക് അറിയുന്നുണ്ടെങ്കിൽ ഞാൻ ആൾറെഡി തന്നെ ETHനെ പറ്റിയിട്ട് ഒരു വീഡിയോ ഇട്ടിട്ടുണ്ട്. ETH ഒരു സൂപ്പർ കമ്പ്യൂട്ടറാണ്. നമുക്കതൊരു കറൻസി ആയിട്ട് മാത്രം ഉപയോഗിക്കാനല്ല, ഇങ്ങനെയുള്ള ഒരുപാട് ഡി ആപ്സ് ആയിക്കോട്ടെ, ഒരുപാട് പ്ലാറ്റ്ഫോം, ഇല്ലെങ്കിൽ ഒരു വലിയൊരു എക്കോസിസ്റ്റം തന്നെ കൊണ്ടുവരാൻ പറ്റുന്ന ഒരു രീതിയിലാണ് ഈ ഒരു ETH ബിൽഡ് ചെയ്തിട്ടുള്ളത്. അതുകൊണ്ട് തന്നെയാണ് ETH ഡിസംബർ ആകുമ്പോഴേക്കും ഒരുപാട് ആൾക്കാർ പറയുന്നത് $15,000 വരെ എത്തുന്നത്. ഞാൻ അത്രയൊന്നും എക്സ്പെക്റ്റ് ചെയ്യുന്നില്ലെങ്കിലും ഞാൻ ആൾറെഡി പറയുന്ന പോലെ തന്നെ $7,000 വരെ എത്താൻ പറ്റുന്ന ഒരു പ്രൊജക്റ്റ് തന്നെയാണ് ഈ ഒരു ETH ഇല്ലെങ്കിൽ എത്തീരിയം എന്ന് പറഞ്ഞിട്ടുള്ള പ്രൊജക്റ്റ്. അപ്പോൾ ഇന്നത്തെ വീഡിയോ വളരെ യൂസ്ഫുൾ ആയിട്ടുണ്ടെന്ന് ഞാൻ വിചാരിക്കുന്നുണ്ട്. എന്തെങ്കിലും കുറവുകൾ ഉണ്ടെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും ക്ഷമിക്കണം, നമ്മുടെ കമൻറ്റിൽ സജസ്റ്റ് ചെയ്യണം. ഇത് മാറ്റിയെന്ന് പറഞ്ഞാൽ വളരെ നന്നായിരിക്കും എന്നുള്ള അഭിപ്രായങ്ങൾ കുറേ പേർക്ക് ഉണ്ടാവും. അങ്ങനെയുള്ള അഭിപ്രായങ്ങളും പറയുക. അതേപോലെ തന്നെ ഇതൊരു ഇൻഫർമേറ്റീവ് വീഡിയോ ആണെങ്കിൽ എന്നെ അപ്രീഷിയേറ്റ് ചെയ്യാനും നിങ്ങൾ തീർച്ചയായിട്ടും മടിക്കരുത്. നിങ്ങൾ തരുന്ന ഒരു പ്രോത്സാഹനമാണ് പുതിയ വീഡിയോകൾക്കൊക്കെ നമുക്കൊരു സന്തോഷമൊക്കെ തരുന്നത്. അപ്പോൾ എല്ലാവർക്കും നല്ലൊരു ദിവസം നേരുന്നുണ്ട്. ഹാവ് എ ഗ്രേറ്റ് ഡേ. നന്ദി, നമസ്കാരം, ബൈ.